ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിൽ ഇന്നാദ്യം ചിന്താമൃതം. ചിന്താമൃതത്തിലൂടെ ഇന്ന് നമുക്ക് മുൻപിൽ എത്തുന്നത് പത്തനംതിട്ട അമൃത വിദ്യാലയത്തിൽ നിന്നും ദേവനാരായണൻ ഇന്ന് തന്റെ അഭിപ്രായം പങ്കുവെക്കുന്നത് രാവണചാരന്മാരായ ശുഗസാരണന്മാർ രാമപക്ഷത്തിലേക്ക് മാറിയതിലെ യുക്തിയെക്കുറിച്ചാണ്. ആരംഭിക്കാം ചിന്താമൃതം. ഓം അമൃതേശ്വരിയെ നമഃ. വാനരന്മാരാൽ വളയം ചെയ്യപ്പെട്ട് കിടക്കുന്ന ലങ്കയുടെ നിജസ്ഥിതി അറിയുവാനും എതിർ സൈന്യമായ ശ്രീരാമസേനയുടെ അംഗബലവും വീര്യവും എല്ലാം അറിഞ്ഞു വരാനും രാവണൻ നിയോഗിച്ച 2 ചാരന്മാരാണ് ശുഗനും സാരണനും. ഇവർ വാനരവേഷം ധരിച്ച് ശ്രീരാമൻ്റെ സേനയിൽ കയറിപ്പറ്റുകയും വാനരന്മാരാൽ പിടിക്കപ്പെടുമ്പോൾ ശ്രീരാമൻ തന്നെ അവരെ രക്ഷിക്കുകയും അവർക്ക് വേണ്ടുന്ന വിവരങ്ങൾ നൽകുകയും ചെയ്തു. ഇതിൽ അത്ഭുതപ്പെട്ട ശുഗനും സാരണനും ശ്രീരാമപക്ഷമാണ് ധർമ്മപക്ഷമെന്ന് മനസ്സിലാക്കുകയും രാവണൻ്റെ പക്ഷം അധർമ്മത്താൽ നിറഞ്ഞു നിൽക്കുകയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതിനുശേഷവും അവർ അവരുടെ കർമ്മം തീർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ കർമ്മം ചെയ്തു തീർക്കാൻ വേണ്ടി രാവണൻ്റെ അടുക്കൽ പോകുകയും പിന്നീട് ശ്രീരാമൻ്റെ സൈന്യബലം ഇത്രത്തോളമാണ്, അതിലെ വീരന്മാരുടെ കഴിവ് ഇതെല്ലാമാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതിനുശേഷം മാത്രമാണ് അവർ ശ്രീരാമനെ പറ്റി പറയുന്നതും ശ്രീരാമൻ്റെ അവതാര ലക്ഷ്യത്തെപ്പറ്റി പറയുന്നതും പിന്നീട് സീതാദേവിയെ ശ്രീരാമന് തന്നെ നൽകണമെന്ന് പറഞ്ഞുപദേശിക്കുന്നതും. ഇതിൽ യാതൊരു തെറ്റുമില്ല. കാരണം അവരവരുടെ കർമ്മം ചെയ്തതിന് ശേഷം മാത്രമാണ് പുതിയൊരു കർമ്മമെന്നോണം ഉപദേശം നൽകുന്നത്. അഥവാ ഇവർ ശ്രീരാമപക്ഷത്ത് തന്നെ നിലയുറപ്പിക്കുകയോ അല്ലെങ്കിൽ കർമ്മം ചെയ്യാതെ ഉപദേശം മാത്രം നൽകുകയോ ചെയ്യുകയായിരുന്നെങ്കിൽ തീർച്ചയായും നമുക്ക് പറയാം ഇത് അധർമ്മമായേനെ, അതിന് സംശയമേ ഇല്ല. എന്നാൽ ഇവിടെ നടന്നത് അങ്ങനെയല്ല. അവരവരുടെ കർമ്മം ചെയ്തതിന് ശേഷം മാത്രം ശ്രീരാമനെ പറ്റി ശ്രീരാമൻ്റെ പക്ഷത്ത് നിന്ന് ഉപദേശിക്കുന്നു. ഇനി ശുഗൻ്റെ പൂർവ്വവൃത്താന്തം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകാം ശുഗൻ ഒരു മഹർഷിയായിരുന്നു. വജ്രദ്രംഷ്ട്രൻ എന്നു പേരുള്ള രാവണൻ്റെ തന്നെ ബന്ധുവായ ഒരു രാക്ഷസൻ്റെ കരുനീക്കങ്ങളിൽപ്പെട്ട് ചതിപ്രയോഗങ്ങളിൽപ്പെട്ടാണ് അഗസ്ത്യശാപമേറ്റ് ശുഗൻ ഒരു രാക്ഷസനായി മാറിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള സാത്വിക ഭാവം ശ്രീരാമസന്നിധിയിലെ സാത്വിക ഭാവത്താൽ ജ്വലിപ്പിക്കപ്പെടുന്നു. ഈ ഭാവമാണ് അദ്ദേഹത്തിന് ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിന് അറിവ് നൽകിയത്. ഈ അറിവ് തന്നെയാണ് അദ്ദേഹത്തെ കൊണ്ട് രാവണനെ ഉപദേശിക്കാനും പ്രേരിപ്പിച്ചത്. അപ്പോൾ അധർമ്മത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന രാവണൻ്റെ കയ്യിൽ നിന്നും ഒരു ഉത്തരവ്, അല്ലെങ്കിൽ ഒരു ആജ്ഞ, അല്ലെങ്കിൽ ഒരു കർത്തവ്യം ശുഗനും സാരണനും കിട്ടിയപ്പോൾ അവർക്ക് ഇത് അധർമ്മമാണെന്ന് അറിഞ്ഞിട്ട് കൂടി അവർ ആ കർമ്മത്തിൽ തന്നെ താല്പര്യമുള്ളവരാകുന്നു. അവർ ആ കർമ്മം ചെയ്തു തീർക്കുന്നു. ഇതിലൂടെ അവർ കളങ്കമല്ല ആ കർമ്മത്തിന് കൊണ്ടുവരുന്നത്, മറിച്ച് ശ്രേഷ്ഠതയാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു.